ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റവ വെച്ചിട്ടുള്ളൊരു പുട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ റവ പുട്ടുണ്ടാക്കാൻ വേണ്ടി ഞാൻ 1.5 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വറക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനോടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് പുട്ടിൻ്റെ പരുവത്തിന് വേണ്ടി കുഴച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നനച്ച് കൊടുക്കാവേ. അപ്പോൾ അതിന് ഞാൻ സാദാ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം ഒന്നുമല്ല, സാദാ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു പടി മുന്നിലായിട്ട് വേണം കുഴച്ചെടുക്കാൻ. കാരണം ഈ റവ ഇരിക്കും തോറും അതിലെ വെള്ളം വലിഞ്ഞ് ഉണങ്ങി വരും. അപ്പോൾ ഓരോ കുറ്റിപ്പുട്ടുണ്ടാക്കുന്ന സമയത്തും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പുട്ട് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ലവണ്ണം കുഴഞ്ഞിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ നല്ലവണ്ണം ഇവിടെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം കുഴച്ചെടുത്ത് ഇത് കണ്ടോ, കുഴച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇതുപോലെ നമ്മൾ കയ്യിലിട്ട് ഒന്ന് ജസ്റ്റ് ഉരുട്ടി നോക്കണം. ഉരുട്ടി നോക്കുമ്പോൾ ഇതുപോലെ ഉരുളകളായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് പാകമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ കുറച്ച് വെള്ളം കൂടി ഒന്ന് തൂളി കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാനൊരു ചിരട്ടപ്പുട്ടിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പുട്ടിന് കുഴച്ച് വെച്ചിരിക്കുന്ന റവ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിൽ സാധാരണ കുറ്റിപ്പുട്ടിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. ആദ്യം തന്നെ തേങ്ങ ഇട്ടതിന് ശേഷം റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ചട്ടപ്പുട്ടിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ആവി കയറ്റാൻ വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 5-6 മിനിറ്റ് നല്ലവണ്ണം ആവി വന്നതിന് ശേഷം നമുക്കത് എടുത്താൽ മതി. അപ്പോൾ നല്ലവണ്ണം തേങ്ങയെല്ലാം ഇട്ട് കൊടുത്ത് ഞാൻ കുക്കറിൻ്റെ മണ്ടയ്ക്കാണ് ഇത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ആവി വന്നതിന് ശേഷം എൻ്റെ ആദ്യത്തെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഏകദേശം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വീണ്ടും ഓരോ കുറ്റിപ്പുട്ടുകളായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 4 കുറ്റിപ്പുട്ടോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.